തിരുവെഴുത്തുകളുടെ വിശകലനം ഭാഗം 5. വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം ഇന്ന് നമുക്ക് പ്രസക്തമാണോ? വെളിപ്പാട് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള 1000 ആണ്ട് വാഴ്ച, മഹോപദ്രവകാലം, അർമഗദോൻ മുതലായ പദങ്ങളെ ചുറ്റിപ്പറ്റിപ്പോലും വിവിധങ്ങളായ ദൈവശാസ്ത്ര പഠനങ്ങൾ ഇക്കാലത്ത് നടക്കുന്നു. എന്നാൽ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങൾ മാത്രം നോക്കാം. നമുക്കിത് പ്രസക്തമാണോ ഇല്ലയോ എന്നറിയാനാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗം. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നതെന്ന മുഖവരയോടെ 2000 സംവത്സരങ്ങൾക്ക് മുൻപേ നൽകിയ പ്രവചനം നിവൃത്തിയാകാൻ ഇനി നമ്മൾ നോക്കിയിരിക്കുന്നത് ശുദ്ധ അസംബന്ധമല്ലേ? 2000 സംവത്സരങ്ങൾ മുൻപുണ്ടായിരുന്നതും 1900 സംവത്സരങ്ങളായി ഇല്ലാതിരിക്കുന്നതുമായ ആസ്യയിലെ 7 സഭകൾക്ക് ആണിത് എഴുതിയിരിക്കുന്നത് എന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു. വെളിപ്പാട് 1:11, നീ ഈ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർണ, പെർഗമോസ്, ത്വയ്തൈര, സർദീസ്, ഫിലദൽഫ്യ, ലവദോക്യ എന്ന 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. 200 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ അടക്കി വാണിരുന്ന ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ രാജാവിനെ എഴുതി അറിയിച്ച നിർദ്ദേശങ്ങളെപ്പറ്റി ഇന്ന് നമ്മൾ ഗവേഷണം നടത്തുന്നില്ല. നാം അത് പ്രമാണിക്കുന്നില്ല, നാം അത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പേ വേറെ ഏതോ ഒരു കൂട്ടർക്ക് എഴുതിയത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക, നമ്മളതിൽ ഗവേഷണം നടത്തുക. വെളിപാട് 1:3 പ്രകാരം പറയുന്നു, ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ വായിക്കാനും എഴുതാനും അറിയാവുന്നവർ വളരെ കുറച്ചായിരുന്നു. അതിനാൽ അന്ന് വായിക്കാൻ അറിയാവുന്ന ഒരാൾ വായിക്കുകയും പലര് അത് കേൾക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എല്ലാവർക്കും വായിക്കാൻ അറിയാം. അതിനാൽ ഈ വാക്യം 21-ാം നൂറ്റാണ്ടിൽ അപ്രസക്തമാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. ഇനിയും പറയുന്നു, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്നതും പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. 21-ാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിലോ അത് കഴിഞ്ഞോ നിവൃത്തിയാകാൻ പോകുന്ന പ്രവചനം, അത് നിവൃത്തിയാകുന്നതുവരെ എങ്ങനെയാണ് പ്രമാണിക്കുന്നത്? എങ്ങനെയാണ് പ്രമാണിച്ച് ഭാഗ്യമുള്ളവരാകുന്നത്? 2025 നിവൃത്തിയാകാൻ പോകുന്ന പ്രവചനം 2024 എങ്ങനെയാണ് പ്രമാണിക്കേണ്ടത്? ഇനിയും നമുക്ക് വെളിപാട് 1-ാം അധ്യായം 7-ാം വാക്യം നോക്കാം. വെളിപാട് 1:7, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അവൻ മേഘാരൂഢനായി വരുന്നത് അവനെ കുത്തിത്തുളച്ച റോമാൻ പടയാളികൾ കാണുമെന്ന് പറയുന്നു. അവനെ കുത്തിത്തുളച്ചവർ റോമൻ പടയാളികളാണ്. കർത്താവ് മേഘാരൂഢനായി വരുമ്പം അവരത് കാണുമെന്ന്. അതിൽ നിന്നും ഈ വാക്യത്തിൽ നിന്നും AD 33 യേശുവിനെ കുത്തിത്തുളച്ച പടയാളികൾ മരിക്കുന്നതിന് മുൻപേ അവൻ മേഘാരൂഢനായി
വരുമെന്നായിരുന്നു പ്രവചനം. സംശയമുണ്ടോ? 1-ാം അധ്യായത്തിലെ നാം പരിഗണിച്ച വാക്യങ്ങളിൽ നിന്ന് തന്നെ വെളിപാട് പുസ്തകം ദൈവശാസ്യമാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നിവൃത്തിയായി കഴിഞ്ഞു. നിവൃത്തിയായില്ലെങ്കിൽ വെളിപാട് പുസ്തകം ദൈവശാസ്യമല്ല, വെറും മിത്താണ്, വെറും സങ്കല്പമാണ്, വെറും കട്ടുകഥയാണ്. അത് 1-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടില്ലെങ്കിൽ വേഗം സംഭവിക്കാനിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്കിത് പ്രസക്തമല്ല. വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നതെന്ന് പ്രവചിച്ചത് 2000 സംവത്സരങ്ങൾ കഴിഞ്ഞിട്ട് സംഭവിച്ചില്ലെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ വേദപുസ്തക പുഴുക്കൾ 2 പത്രോസ് 3:8 ഉദ്ധരിച്ച് വായി അടപ്പിക്കും. വിശ്വാസികളുടെ പിടിവള്ളിയായ ആ വാക്യം ഇപ്രകാരമാണ്, 2 പത്രോസ് 3:8: എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. കർത്താവ് സമയാതീതനാണ്, കാലാതീതനാണ് എന്നാണ് ഈ വാക്യം പറയുന്നതെന്ന് ഊഹിച്ചിട്ട് അടുത്ത വാക്യം വായിച്ചു. ആ വാക്യം വായിച്ചപ്പോൾ ആശ്വാസമായി. ആ വാക്യം എപ്രകാരമാണ്, 2 പത്രോസ് 3:9. നമ്മൾ മുൻപ് വായിച്ചത് 2 പത്രോസ് 3:8, ഇപ്പം 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ച് അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഓ സ്തോത്രം, ഹല്ലേലൂയ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ. അപ്പം പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ ഇത് എഴുതുമ്പോൾ അന്നും പല കാഫ്രിച്ചുകളും കർത്താവ് ഇനി എന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി, ഇതന്നെ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് അന്ന് ആളുകൾ ചോദിക്കുമായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ. എന്നത്തെ കാര്യമാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാര്യമാണ്. അന്ന് ആൾക്കാർ പലരും ഇതെന്നാ താമസിക്കുന്നത്, കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് വരാത്ത എന്നാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പത്രോസ് പറയുക, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഗുഡ്. അപ്പം കർത്താവിൻ്റെ പദ്ധതി ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടാനാണ്. എന്നിട്ടേ അവൻ വരത്തുള്ളൂ. എല്ലാവരും മാനസാന്തരപ്പെടാനായിട്ട് അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. എല്ലാവരും മാനസാന്തരപ്പെടുന്ന ഒരു കാലമില്ല, കാലമുണ്ടാകാൻ പോകുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടാൻ പോകുന്ന കാലമില്ല. അതുകൊണ്ട് കർത്താവ് വരാനും പോകുന്നില്ല. ഞാനിതല്ല പറയുന്നത്, പത്രോസാണ് പറഞ്ഞത്. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ മാനസാന്തരപ്പെടുത്തി സ്നാനം കഴിപ്പിച്ച ഒന്നാമത്തെ പോപ്പായ, ഒന്നാമത്തെ പാത്രികീസായ പത്രോസ പറഞ്ഞ് എല്ലാവരും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് വരത്തുള്ളെന്ന്. എല്ലാവരും മാനസാന്തരപ്പെടാൻ പോകുന്നില്ല, അതുകൊണ്ട് കർത്താവ് വരാനും പോകുന്നില്ല. ഭൂമി ഒരിക്കലും നശിക്കപ്പെടുകയില്ല, അത് എന്നേക്കും ഉണ്ടായിരിക്കുമെന്നാണ് ഇസ്രയേലിയരുടെ എക്കാലത്തെയും അഭിമാനമായിരുന്ന ദാവീദ് രാജാവ് പറഞ്ഞത്. ഭൂമി എന്നേക്കും ഉണ്ടായിരിക്കുമെന്ന്. സങ്കീർത്തനങ്ങൾ 37:29. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. അപ്പം ഭൂമി നശിക്കുമോ?
നശിക്കത്തില്ലെന്ന ഇസ്രയേലിയരുടെ എക്കാലത്തെയും അഭിമാനമായ ദാവീദ് രാജാവ് പറഞ്ഞത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം വെളിപ്പാട് പുസ്തകം നമുക്ക് 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് ഇത് പ്രസക്തമേ അല്ല, ഇതൊരു ബന്ധവുമില്ല. ഇത് പണ്ടെങ്ങാണ്ടുള്ള കാര്യം പറഞ്ഞത്. 1-ാം നൂറ്റാണ്ടിൽ കർത്താവ് വരാനാണ്, വന്നു കഴിഞ്ഞു. ഈ വെളിപ്പാട് പുസ്തകം ദൈവാശ്വാസ്യമാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ വന്നു കഴിഞ്ഞു. വേഗം വരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി നമ്മൾ നോക്കിയിരിക്കണ്ട. ദൈവവിശ്വാസ്യമാണെങ്കിൽ അത് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ദൈവവിശ്വാസ്യമല്ല, അത് വെറും സങ്കല്പം. തിരുവെഴുത്തുകളുടെ വിശകലനം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹായിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഈ ഹ്രസ്വ സന്ദേശം ക്ഷമയോടെ കേട്ട നിങ്ങൾക്ക്, ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ആമേൻ.